പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. അതിന്റെ 15-16 വാക്യം ഒന്ന് വായിച്ചാട്ട്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും. 20-ാം വാക്യം. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. കണ്ണുകളെ അടയ്ക്കാം. എല്ലാ അതരങ്ങളും തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ആരും ദൈവസ്ഥനി മൗനമായി ഇരിക്കരുത്. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ തേജോമയനായ ദൈവം ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന വാഗ്ദത്ത പ്രകാരം നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ അല്ല വന്നത്. ദിക്ക് തിരിഞ്ഞല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കൂടി വരുന്നവരുടെ നടുവിൽ, എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത വലിയ ദൈവം, സർവശക്തിയുള്ള ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാ അതരങ്ങളും നിറഞ്ഞൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അർത്ഥനെ വൈഡ പ്രബനഘടകരക ശാന്തനാദരാധകസി റീമാന ശേഖേനിയ രഗൽഖനാദി ആലക ശാന്തനാദകസി അത്തുനി ജഗൽഖനാദി അന്തരെ വൈഡ പ്രബനഘടകരക ശമവനഘടകസി. ഉന്നതനും ഉയർന്നിരിക്കുന്നവന് ശാശ്വതവാസിയും പരിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, പ്രശാന്തമായ സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, വ്യത്യസ്ത കുടുംബങ്ങളിൽ വിവിധ മാതാപിതാക്കളാൽ വ്യത്യസ്ത ദേശങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ ഒരു കൂട്ടം ഒരുമിച്ച് ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഒരുമിച്ച് കൂടി ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവിന്റെ പൊന്നുനാമത്തെ ഉയർത്തുവാൻ തേജോമയനായ ദൈവം ഒരു സന്ധ്യാവേള കൂടെ ഈ ഭൂമിയുടെ പരപ്പിൽ ഞങ്ങൾക്ക് നൽകി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന വചനപ്രകാരം അങ്ങ് ചെയ്ത ചെറുതും വലുതുമായ സകല ഉപകാരങ്ങൾക്കുമായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ. നിന്റെ ജനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തുടക്കം കുറിച്ച് ഈ കൺവെൻഷന്റെ 2 രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ ചലനാത്മകമാകുന്ന പ്രവൃത്തി ദേശത്ത് വെളിപ്പെട്ടതിനായി, ജനത്തിന്റെ മധ്യത്തിൽ വെളിപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു കർത്താവേ. ഈ കടശരാത്രിയിലും വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. കാദേശ് മരുവിനെ നടുക്കുന്ന അങ്ങയുടെ ശബ്ദം, വനങ്ങളെ തോലിരിക്കുന്ന അങ്ങയുടെ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ മുഴങ്ങുവാൻ, അത് ദേശത്തൊരു വിടുതലായി പരിണമിക്കുവാൻ, കുടുംബങ്ങളുടെ മേൽ ഉദ്ധാരണമായി തീരുവാൻ, ജനത്തിന്റെ ഇടയിൽ വലിയൊരു ദൈവ പ്രവൃത്തിയായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ പരിവർത്തിക്കുമാറാകണമേ. വചനത്തിന്റെ ആഴങ്ങളെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനുള്ള ദൈവശക്തി ജനത്തിന്റെ മേൽ ദൈവം പകരും. അങ്ങയുടെ നാവായി കുഴലായി പ്രതിനിധിയായി അടിയനെ നിർത്തും, മഹത്വം എടുക്കും. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അവൻ അവരോട് പറയുക, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗമാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പ്രസംഗമാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു മതത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ വക്താവായി നിന്നുകൊണ്ടല്ല ഞാനിവിടെ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കാൻ കാരണമുണ്ട്. 3 കാരണം ഞാൻ പറയാം. 1, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷം.
2, നരകത്തെക്കുറിച്ചുള്ള ഭീകരത. 3, യേശുക്രിസ്തുവിന്റെ ഈ വാക്കുകൾ. സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവും നരകത്തെക്കുറിച്ചുള്ള ഭീകരതയും യേശുക്രിസ്തുവിന്റെ വാക്കുകളും സുവിശേഷം അറിയിപ്പിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ രക്തത്തിൽ രക്തവും മാംസത്തിൽ മാംസമായ ദേശനിവാസികളോട് ഇന്ന് രാത്രി താഴ്മയായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ചിന്തകളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാതെ ഇതിനെ മാറോട് ചേർത്ത് സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളെ രക്ഷിച്ച ശ്രീ യേശുനാഥൻ ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തെയും വിടുവിപ്പാൻ ഈ ദേശത്ത് എഴുന്നള്ളിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം നാം വല്ലാത്തൊരു കാലഘട്ടത്തിലായിരിക്കുന്നത്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം ദിനം പ്രതി കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഭയാനകമായ സംഭവങ്ങൾ. എന്തിനേറെ പ്രായമുള്ള മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയും, മക്കളെ, ഞങ്ങളുടെ കാലത്തൊന്നും ഞങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വാർത്തകളാണ് ഇന്നിന്റെ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ എന്ന് പറയാതെ പത്രത്താളുകൾ മറിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വല്ലാത്തൊരു കാലഘട്ടം. തലയ്ക്ക് കൈവച്ചു പോകും വാർത്തകൾ കേട്ട. നമുക്കറിയാം ഭീതിപ്പെടുത്തുന്ന ഈ അനുഭവങ്ങൾ. ഒന്നുകൂടി പറഞ്ഞാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. കവലകളിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു മൃഗത്തെ എത്ര നല്ല വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചാലും, മുന്തിയന് ഭക്ഷണപാനീയങ്ങൾ കൊടുത്താലും, മേത്തരമായ വസ്ത്രം ധരിപ്പിച്ചാലും, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗധങ്ങളിൽ കൊണ്ട് പാർപ്പിച്ചാലും, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്താലും ഒരിക്കലും ഒരു മൃഗം മനുഷ്യനാകത്തില്ല. എന്നാൽ കോട്ട് സൂട്ട് മണിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമുള്ള മേത്തരമായി ഫുഡ് കഴിക്കുന്ന, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗധങ്ങളിൽ പാർക്കുന്ന, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ വികാരത്തിന്റെ തിരത്തള്ളലിൽ അവൻ മാത്ര നേരം കൊണ്ട് മൃഗമായി തീരുന്ന ദാരുണ ചരിത്രം ഈ കാലഘട്ടത്തിൽ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുക. എന്തിനേറെ പറയുന്നു, കേരളത്തെ, ഭാരതത്തെ, ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഭയാനകമായ ഒത്തിരി വിഷയങ്ങൾ. കാളവണ്ടി യുഗത്തിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നു. കഴിഞ്ഞ 2023 ഭയാനകമായ ആ വാർത്ത കേട്ട് ഞങ്ങളുടെ ദേശം നടുങ്ങിപ്പോയി. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ നടന്ന സംഭവം. ഒരുപക്ഷെ നിങ്ങളൊക്കെ മീഡിയയിലൂടെ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തതാ. 2 വീട്ടമ്മമാരെ ആഭിചാരത്തിന്റെയും ദുർമന്ത്രവാദത്തിന്റെയും പേരിൽ വിളിച്ചു വരുത്തി അവരെ വെട്ടി നുറുക്കി ആ മാംസമെടുത്ത് വേവിച്ച് കഴിച്ചതിന് ശേഷം ശേഷിച്ച മാംസം ഉപ്പിൽ പറ്റിച്ച് ഫ്രീസറിനകത്ത് സൂക്ഷിച്ചു വെച്ചു. ചിന്തിച്ചു നോക്ക്. മതഗ്രന്ഥങ്ങൾക്ക് കുറവില്ല, മനുഷ്യ ദൈവങ്ങൾക്ക് കുറവില്ല, രാഷ്ട്രീയക്കാർക്ക് കുറവില്ല, പുണ്യവാളന്മാർക്ക് കുറവില്ല. എന്നാൽ ഈ മൃഗീയ വാസന നിറഞ്ഞു നിൽക്കുന്ന മാനവകുലത്തെ മാറ്റത്തിലേക്ക് നയിക്കാൻ ഇന്ന് ഇവിടെ ഒരു വ്യക്തിക്കും ശക്തിക്കും കഴിയുന്നില്ല. അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രശസ്തി. പ്രൈസ് ദി ലോർഡ്. നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ നിലത്തടിച്ചു കൊല്ലുന്നു. കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വഞ്ചിച്ച് കാമുകനൊപ്പം ഒളിച്ചോടുന്നു. എന്തിനേറെ പറയുന്നു, ഒരു കാലത്ത് മാതാപിതാക്കളെന്നോ അധ്യാപകരെന്നോ ഒക്കെ പറഞ്ഞാൽ എത്ര ബഹുമാന പുരസ്സരമായിരുന്നു നാം അവരെ കണ്ടിരുന്നത്. നരച്ച തല കാണുമ്പോൾ കൈകൾ കൂപ്പി നമ്മൾ എഴുന്നേൽക്കുമായിരുന്നു. എന്നാൽ ഇന്നോ വിദ്യ അഭ്യസിപ്പിക്കുന്ന ഗുരുനാഥന്റെ കൈപ്പത്തി വെട്ടിക്കളയുന്ന ഒരു കാലഘട്ടം. മാത്രമാണോ, ജന്മം തന്ന അപ്പനെയും നൊന്ത് പ്രസവിച്ച അമ്മയെയും അറവശാലയിൽ അറവുമാടിനെ വെട്ടിനുറുക്കുന്നത് പോലെ വെട്ടിനുറുക്കുന്ന തലമുറകൾ. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കുക, വീട്ടിലിരിക്കുന്ന ടിവിയിലെ ചാനലുകളെ
കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ ജന്മം കൊടുത്ത മക്കളെ, ഇന്നിന്റെ തലമുറകളെ നിയന്ത്രിക്കാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല. വല്ലാത്തൊരു കാലഘട്ടം. മാത്രമാണോ മദ്യവും മയക്കുമരുന്നും അധാർമിക അനുഭവങ്ങളും വഞ്ചനയും ക്രൂരതയും കൊലപാതകവും? ഇതിന്റെ പിന്നിൽ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സംഘടനയുടെയും പേരിൽ കൊല്ലും കൊലവിളിയും ഭീഷണിയും ഗുണ്ടായുസവും ഒക്കെ നടക്കുന്നു. പ്രിയരെ, സുവിശേഷത്തിന്റെ ശക്തി ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന പാപം ഇതിന് കാരണമാണ്. എന്താണ് പാപം? പാപം ഒരു അവയവമായിരുന്നേ അതിനങ്ങ് മുറിച്ചു കളയാമായിരുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കൂട്ടുകാരനെ കുത്തിനി പിടിച്ചിട്ട് അയൽക്കാരൻ്റെ അതിന് മാറ്റിയിട്ട് മറ്റുള്ളവർക്കെതിരെ ദ്രോഹം ചെയ്തിട്ട് മന്ത്രവാദവും ആഭിചാരവും ഒക്കെ ചെയ്തിട്ട് ആ കരം കൊണ്ട് അനാഥർക്ക് അന്നദാനം ചെയ്താലും, ആ കരം കൊണ്ട് കുരിശു ചുമന്നാലും, ആ കരം കൊണ്ട് പിടിപ്പണം വാരിയാലും, ആ കരം കൊണ്ട് നേർച്ച കാഴ്ചകൾ കൊടുത്താലും ഒരിക്കലും മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന പാപം മായ്ക്കപ്പെടത്തില്ല. ഒരുപക്ഷെ ചെയ്തു കൂട്ടിയ പാപത്തിന് പാർട്ടിയുടെയും പണത്തിന്റെയും ഒക്കെ പിൻബലം കൊണ്ട് ഈ ലോക കോടതിയുടെ കണ്ണ് വെട്ടിച്ച് മനുഷ്യൻ രക്ഷപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ സ്നേഹിതരെ, ഇന്ന് രാത്രി വിളിച്ചു പറയാം, ആയാറിൽ വെളിപ്പെടുന്ന ഒരു സ്വർഗീയ കോടതിയുണ്ട്. അവിടെ നിന്ന് മാനവകുലത്തിന് രക്ഷയില്ല. ചെയ്തു കൂട്ടുന്ന സകല പാപത്തിനും രക്ഷ വേണമെങ്കിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സാക്ഷാൽ ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കന്യകി ജനിച്ചു വഴിയിൽ പിറന്ന് കാലിത്തൊഴുത്തിൽ കിടത്തി മാനവകുലത്തിന്റെ സകല പാപത്തിനും പ്രായശ്ചിത്തത്തിനായി കാൽവരി ക്രൂശിൽ 3 ആണികളാൽ തൂക്കപ്പെട്ട് സകല യാഗങ്ങൾക്കും തിരശ്ശീലയിട്ടുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ കാൽവരി ക്രൂശിൽ ലോകൈകനാഥനാകുന്ന യേശു ക്രിസ്തു തന്റെ അവസാന തുള്ളി രക്തം വരെയും മാനവകുലത്തിന്റെ പാപത്തിനും രോഗത്തിനും ശാപത്തിനുമായി ഊറ്റി തന്ന് ജീവനോടെ ഇരുന്നപ്പോൾ കർത്താവ് ജനത്തോടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിക്ക്, 3-ാം ദിവസം ഞാൻ ഇതിനെ പണിയും. തന്റെ ദേഹമെന്ന മന്ദിരത്തെ കുറിച്ചാണ് കർത്താവായ യേശു ഇത് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, തൂലിക കൊണ്ട് ലോകത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നാടകകൃത്ത് വില്യം ഷേക്സ്പിയർ. അദ്ദേഹം മരിച്ചു. കല്ലറയിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്, മഹാനായ വില്യം ഷേക്സ്പിയർ ഇവിടെ വിശ്രമിക്കുന്നു. കടലേ, നീ കരയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കീഴടക്കുമായിരുന്നെന്ന് ആർത്തട്ടഹസിച്ച് പറഞ്ഞ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കല്ലറയിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ വിശ്രമിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു മഹാത്മജി മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, കൃഷ്ണനും മരിച്ചു, ക്രിസ്തുവും മരിച്ചു, ബുദ്ധനും മരിച്ചു, എന്നാൽ ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ആകയാൽ താങ്കൾക്കും ഉയർക്കരുതോ? ഉലകത്തിലെ സകല മഹാന്മാരും കല്ലറയിൽ അവസാനിച്ചപ്പോ നോക്കൂ, പാലസ്തീന്റെ വിരിമാർവിൽ ഇന്നും തുറക്കപ്പെട്ട ഒരു കല്ലറയുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. കാൽവരിയിൽ മരിച്ച കർത്താവിന്, കാലിത്തൊഴുത്തിൽ പിറന്ന കർത്താവിന്, കല്ലറയിൽ അടക്കം ചെയ്ത കർത്താവിന് ഈ ലോകത്തിലെ ഒരു നിയമത്തിനോ ഒരു നേതാക്കന്മാർക്കോ ഒരു കാവൽക്കൂട്ടത്തിനോ ഒരു കല്ലറയ്ക്കോ ഒതുക്കാൻ കഴിയാതെ കല്ലറ ഭേദിച്ച് 3-ാം ദിവസം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാ. അങ്ങനെയെങ്കിൽ ഇതൊരു പാപ പ്രായശ്ചിത്ത രക്തമാ. സ്തോത്രം. പാപപരിഹാര യാഗമായ ക്രിസ്തു കല്ലറയെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് 40 നാളോളം 500-ലധികം
എന്തുവായി നോക്കി നിൽക്കുന്നത്? നിങ്ങൾ ആരെ നോക്കി നിൽക്കുക? സ്തോത്രം. നിങ്ങൾക്കങ്ങ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി യേശു പോയതുപോലെ വീണ്ടും വരും. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന, ഞാൻ വിളിച്ചു പറഞ്ഞ എന്റെ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കേണ്ടതിന് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രിയരെ, കർത്താവ് പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരായി ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഈ തലമുറയിൽ വരും. ഒന്ന് ആമേൻ പറ. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിന്റെ ആ പേജ്, ആദ്യത്തെ പേജ് നോക്കിയപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണും ചിപ്പിനെ കുറിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ ചിന്തിക്കുമ്പോൾ തന്നെ അവന്റെ ബ്രെയിനിൽ സ്ഥാപിക്കുന്ന ഒരു ചിപ്പ്, ചിന്തിക്കുമ്പോൾ തന്നെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിനകത്തും ഫോണിനകത്തും ചിന്തിക്കുന്ന വിഷയം ഓട്ടോമാറ്റിക്കായിട്ട് വരുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത് വായിച്ച് കുറെ നേരം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം മറ്റൊന്നുമല്ല, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ ഇന്നും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്നും അത് അതുപോലെ കാലങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി. ഈ ടൈം എന്തിനുള്ള ടൈമാണെന്നറിയാമോ? ഒരുക്കത്തിനുള്ള ടൈമാ. സ്തോത്രം. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവിന്റെ പത്നീപദം അലങ്കരിക്കണമെങ്കിൽ നോക്കണമേ, സുന്ദരിമാരെല്ലാം കൂടെ ഒറ്റ വർഷത്തെ ഒരുക്കമുണ്ട്. 6 മാസം ഊറുകൊണ്ടും 6 മാസം സുഗന്ധവർഗം കൊണ്ടും അവർ 1 വർഷം ഒരുങ്ങിയിട്ടാണ് രാജ്ഞി പദവിക്ക് വേണ്ടി രാജാവിന്റെ അരമനയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനത്തിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, ഈ ലോകത്തിലെ ഒരു രാജാവ് ഒരു രാജ്ഞിയെ തിരഞ്ഞെടുത്തപ്പോൾ അവൾക്ക് വേണ്ടി ഒരുക്കാനുള്ള ഒരു കാലം നോക്കണമേ. അങ്ങനെയെങ്കിൽ സഭയുടെ ഒരുക്കത്തിന്റെ ടൈമായത്. വചനം പറഞ്ഞ അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവിന്റെ വരവേറ്റവും ആഗതമായി. സ്തോത്രം. ഇത് പറയുമ്പോഴും നമ്മൾ ശവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ വന്നിരിക്കുക. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ യേശുവിനെ ആരെന്നറിയാത്ത കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് കേട്ടോ. സ്തോത്രം. അപ്പൊ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ പറയുന്നത്, തമ്പുരാനെ പണ്ടേ ഞങ്ങൾക്കിത് അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വന്ന് പെട്ടുപോയല്ലോ എന്ന്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കാറുണ്ട്. 7 ദിവസം ആകുമ്പോൾ 7 5 35. യാഥാസ്ഥി ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട രാവിലെ ക്ഷേത്ര ദർശനം നടത്തും, വൈകിട്ട് ദീപാരാധന തൊഴും 2 പ്രാവശ്യം. 7 ദിവസം ആകുമ്പോൾ 14. ഞാനിങ്ങനെ ചിന്തിക്കും, മുസ്ലിം സഹോദരങ്ങൾ 35 പ്രാവശ്യം ഒരാഴ്ച നിസ്കരിക്കുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ അവരെ സന്ധ്യയ്ക്ക് നാമജപം നടത്തുന്നു. അതുപോലെ സ്തോത്രം 2 പ്രാവശ്യം ക്ഷേത്ര ദർശനം നടത്തുന്നു. സ്തോത്രം. ഒരാഴ്ചയാകുമ്പോൾ 14 പ്രാവശ്യം. നമ്മളോ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങോട്ട് വന്ന് ഈജിപ്തിലെ പിരമിഡ് ഇരിക്കുന്ന പോലെ വന്ന് ഇരുന്നിട്ട് പോവുക. അതുകൊണ്ട് ആദ്യമായി ഞാൻ പറയാം, തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ അതരം പൂട്ടി ദൈവസന്നിധിയിൽ ഇരിക്കരുത്. കരങ്ങൾക്ക് ബലം തരുമ്പോൾ കരം അടിച്ചു ദൈവത്തെ സ്തുതിക്കണം. കാലുകൾക്ക് ബലം തരുമ്പോൾ ഒറ്റ യോഗം മുടക്കരുത്. കഴിഞ്ഞ 3 വർഷമായി പാൻഡമിക് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി. 1.5 മീറ്റർ അകലം പാലിച്ചത് കൊണ്ടോ 10 രൂപയുടെ മാസ്ക് ധരിച്ചത് കൊണ്ടോ സാനിറ്റൈസറോ സോപ്പോ യൂസ് ചെയ്തുകൊണ്ടോ ഒന്നുമല്ല, മഞ്ഞൾ വെള്ളം കുടിച്ചുകൊണ്ടല്ല ഇതിനകത്തിരിക്കുന്നത്. കരിഞ്ജീരകം കൈ നിറച്ച് വാരി വായിലിട്ടത് കൊണ്ടല്ല ഇതിനകത്തിരിക്കുന്നത്. ദൈവത്തിന് നമ്മളോടുള്ള ദയ, ആ ദയ ഓർത്താൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല, ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ചെങ്കടലിന്റെ നടുവിലൂടെ ഇസ്രായേൽ ജനം പോയതുപോലെ ഈ പ്രതിസന്ധികളുടെ നടുവിലൂടെ നാം പോയതാ. അതിനെ അതിജീവിക്കാൻ
ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? രണ്ടു ഡോസ് മരുന്നെടുത്തത് കൊണ്ടല്ല സ്നേഹിത ഇതിനകത്ത് ഇരിക്കുന്നത്, തമ്പുരാന്റെ കരുണയാ. സ്തോത്രം. എത്ര പേര് വാക്സിൻ എടുത്തു, സംസാരശേഷി നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ദേശത്തുണ്ട്. കൈകാലുകൾ തളർന്നു പോയി, ഹാർട്ട് നിശ്ചലമായി പോയി. തമ്പുരാൻ ജീവനോടെ വെച്ചിരിക്കുക, വെട്ടിക്കളയാതെ വെച്ചിരിക്കുക, നിന്നിലൊരു ഫലം കാണാൻ. ആ ഫലം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുക. പുസ്തകം പറയുന്നു, അതുകൊണ്ട് നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരം കൊണ്ട് പറഞ്ഞ സഹോദരിമാരെ, ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ പറഞ്ഞേ ദൈവം. ഞങ്ങളെ പ്രാർത്ഥിച്ച് പാസ്റ്റർമാർ ഇങ്ങോട്ട് വിടുമ്പോ പറയുന്നത്, അയ്യോ ഇവിടെ ആണോ പോകുന്നത്, ഭയങ്കര ശക്തമായിട്ട് ആരാധിക്കുന്ന ദൈവജനമാണ്. സ്തോത്രം. അവരെല്ലാം തികഞ്ഞ ആത്മീയര. കാരണം ഞങ്ങളുടെ അവിടെയൊക്കെ ആണ്ടി 2 കൺവെൻഷനൊക്കെ നടന്നത്. സ്തോത്രം. ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് കഴിഞ്ഞ ദിവസം സ്തോത്രം നമ്മുടെ കണ്ണൻ ബ്രദർ ഉൾപ്പെടെ കുറേ ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങൾ പറയുമായിരുന്നു, തിരുവനന്തപുരത്ത് എന്തുമാത്രം തിരുവനന്തപുരത്തുകാരാ എല്ലാവരെയും ആത്മീയത്തിൽ കൈത്താങ്ങ് കൊണ്ടുവരുന്നത്. ഇവിടുന്ന് എല്ലാവരെയും തുടക്കം. കാരണം ഒരാൾക്കൊരു സ്തോത്രം പറയാൻ കൽപ്പുണ്ടെങ്കിൽ ഇവർ കൈ പിടിച്ചു പോക്കും. സ്തോത്രം. അറിയാം ഞങ്ങൾക്ക്. സ്തോത്രം പറയാൻ ഒരാൾക്ക് കെൽപ്പുണ്ടെങ്കിൽ കൈ പിടിച്ചു പൊക്കിക്കൊണ്ടുവരും. പ്രൈസലോ, ഹല്ലേലൂയ. പക്ഷെ അങ്ങോട്ടൊക്കെ വന്നാൽ അങ്ങനെ കൺവെൻഷൻ ഒന്നും നടത്താൻ പറ്റുന്നില്ല, നടക്കുന്നില്ല. പ്രൈസലോ, ഹല്ലേലൂയ. പ്രിയരേ, സ്തോത്രം. ദൈവം തന്നെ നമുക്ക് തരുന്നിരിക്കുന്ന ആ ആത്മീയ സന്തോഷം. സ്തോത്രം. എന്തിനാ ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ നടത്തുന്നേ? ഒരാത്മാവിന്റെ വില മുഴുലോകത്തേക്കാൾ സർവ്വലോകത്തേക്കാൾ വിലയേറിയതാ. നമ്മളത് അറിയുന്നില്ല, പക്ഷെ പിശാചിനറിയാം. സാത്താൻ പറഞ്ഞു കേട്ടോ യേശുവിനോട്, നീ ദൈവപുത്രനല്ലയോ, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കേ, ഈ മുഴുലോകം എന്റെ അധീനതയിൽ കിടക്കുകയാ, മൊത്തം ഞാൻ തന്നേക്കാം. കാരണം അവൻ ഇത് ചപ്പും ചവറുവാ. അവന്റെ വിഷയം ഒരുത്തനെ മുട്ടുകുത്തിക്കുക എന്നുള്ളതാ. സ്തോത്രം. ഒരാത്മാവിനെ മുട്ടുകുത്തിക്കാൻ മുഴുലോകം തരാൻ പിശാച് തയ്യാറാണെന്ന്. അങ്ങനെയെങ്കിൽ ഒരാത്മാവിന്റെ വില മുഴുലോകത്തേക്കാളാ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഞാൻ മുമ്പ് പ്രസംഗിച്ച ഒരു വിഷയം എന്റെ ഉള്ളിലേക്ക് ഓടി വരികയാ. ഒറ്റ ഒരുത്തനെ തേടിയായാലും യേശു ഒരു ദേശത്ത് ചെല്ലും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരുത്തനെ തേടി യേശു ഒരു ദേശത്ത് ചെല്ലും. കാരണം ഇതിനകത്ത് ശമരിയയിലെ പാപിയായ സ്ത്രീയുടെ ആത്മാവും വിലയേറിയതാ. ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ആത്മാവും വിലയേറിയതാ. ഓ ജീസസ്. നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ കുഞ്ഞിന്റെ ആത്മാവും വിലയേറിയതാ. സ്തോത്രം. കല്ലറയിൽ അടക്കപ്പെട്ട ലാസറിന്റെ ആത്മാവും വിലയേറിയതാ. തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുഷ്ഠരോഗിയുടെ ആത്മാവും വിലയേറിയതാ. ഓ, ദൈവത്തിന് മുഖപക്ഷമില്ലോ. കളറൊന്നും ദൈവത്തിന് വിഷയമല്ല, അത് കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന. ജാതിയും മതമൊന്നും ദൈവത്തിന് വിഷയമല്ല, ഇത് വെറുതെ ഇരുന്ന് വല്യപ്പന്മാരുടെ പണിയാ. സ്തോത്രം. ഹല്ലേലൂയ. വിദ്യാഭ്യാസം നോക്കിയാൽ അത് സാമ്പത്തികത കൊണ്ടുണ്ടാകുന്നതാ. സ്തോത്രം. പ്രിയരെ, ദൈവത്തിന് വിഷയം ഇതൊന്നുമല്ല. ഗദരദേശത്തെ ഭൂതഗ്രസ്തന് യേശുവിന് വേണമെങ്കിൽ, തിമായിയുടെ മകനായ ഭിക്ഷക്കാരനെ ദൈവത്തിന് വേണമെങ്കിൽ, കുഷ്ഠരോഗിയെ ദൈവത്തിന് വേണമെങ്കിൽ, ശമരിയ സ്ത്രീയായ പാപിനിയായ സ്ത്രീയെ യേശുവിന് വേണമെങ്കിൽ, ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ ഗ്രൗണ്ടിലല്ല, വീടുകളിൽ, വീതികളിൽ, വഴിയോരങ്ങൾ, വരാന്തകളിൽ, കിടത്തുണ്ടെങ്കിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിത, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന് നിന്നെ വേണം. ആർക്കും എന്നെ വേണ്ട. എല്ലാവരും എന്നെ കൈവിട്ടു, ആരും എന്നെ സ്നേഹിക്കാനില്ലെന്ന് പറയുന്ന സ്നേഹിത, എന്തിനിങ്ങനെ ഒരു ജീവിതം, എന്തിനിങ്ങനെ ഒരു ജീവിതം? ഇതങ്ങ് അവസാനിപ്പിച്ചാൽ എന്താ എന്ന് നീ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് ചോദിക്കുന്നു, കൊടുക്കാൻ പറ്റാത്ത ജീവനെ എടുക്കാൻ നിനക്ക് ആരാധികാരം തന്നത്. ഇന്നു നീ മരിച്ചാൽ
നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ഒരുത്തനും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. ലക്ഷം വീട്ടിൽ കിടക്കുന്നവനെയും ലക്ഷപ്രഭുവിനെയും ഒരുപോലെ സ്നേഹിക്കുന്നവനായ യേശു ക്രിസ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ മാടി വിളിക്കുക. നോക്കൂ, 9.5 ഗോത്രം ഇക്കരെ, നദി കടന്ന് 2.5 ഗോത്രം അക്കരെ, പകലന്തിയോളം ഇക്കരെ ശുശ്രൂഷ ചെയ്ത യേശു സന്ധ്യയായപ്പോ പറഞ്ഞു, ബാ നമുക്ക് അക്കരയ്ക്ക് പോകാം. ഒരുത്തനെ തേടി പോവാ. ഒറ്റ ഒരുത്തനെ തേടിയാലും യേശു ഒരു ദേശത്ത് വരും. എൽജിംബാസ, ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ഒറ്റ വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം ഈ യോഗം നടത്തിയത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒറ്റ വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9.5 ഗോത്രം ഇക്കരെ, തടാകം കഴിഞ്ഞ്, അതെ നദി കഴിഞ്ഞ് 2.5 ഗോത്രം അക്കരെ. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്കരെ ശുശ്രൂഷ ചെയ്യാൻ ഇടവില്ലാഞ്ഞിട്ടാണ് ഒരുത്തനെ തേടി യേശു പോവാ. ബാ നമുക്ക് അക്കരയ്ക്ക് പോകാം, അക്കരയ്ക്ക് പോകാം. യേശു പടകിൽ കയറി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. പോവാ ഒരുത്തനെ തേടി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയരെ, ആർക്കും വേണ്ടാതെല്ലാരും ഉപേക്ഷിക്കപ്പെട്ട് ഭവനത്തിൽ രോഗിയായി കിടന്ന് എന്നെ തേടി എന്റെ യേശു ചില സുവിശേഷകരെ ഞങ്ങളുടെ ദേശത്ത് അയച്ചു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ അറിയാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. രക്ഷ എന്താണെന്ന് അറിയത്തില്ല. അറിയാവുന്ന രക്ഷയ്ക്ക് 30 ദിവസം, 60 ദിവസം, 90 ദിവസത്തെ കാലാവധിയുണ്ട്. അത് ശരീരത്തിൽ കെട്ടുന്ന രക്ഷയായിരുന്നു. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരിലൂടെയാ ആദ്യമായി ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത്. അംഗീകരിക്കാൻ പറ്റിയില്ല. അവരെപ്പോഴും ഇങ്ങനെ സ്തുതി പറയുമ്പോൾ ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ദൈവത്തിന് ഇങ്ങനെ മുഖസ്തുതി പറയുന്നതാണോ ഇഷ്ടമെന്ന്? ഇന്ന് അവരെക്കാട്ടി കൂടുതൽ സ്തുതിപ്പാ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ പറയാറുണ്ട്, ആരൊക്കെ ഇതിന് വിരുദ്ധമായി കരമുയർത്തിയിട്ടുണ്ടോ അവരെ കൊണ്ടെല്ലാം തമ്പുരാൻ ഇത് ചുമപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ ഇതിന് വിരുദ്ധമായി ആദരം തുറന്നിട്ടുണ്ടോ അവരെ കൊണ്ടെല്ലാം യേശു ക്രിസ്തു ലോകരക്ഷകനെന്നും ഏക സത്യ ദൈവമെന്നും എന്റെ ദൈവം വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം അജിപ്പാസ് എവിടെയാണെന്ന് തോന്നുന്നു, കൺവെൻഷന് വന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഒരു സഹോദരൻ വന്നു. സ്തോത്രം. ഞങ്ങളുടെ ദേശത്ത് വളരെ എതിര്, പുസ്തകത്തിനെതിരെയും ക്രിസ്തുവിനെതിരെയും നടത്തിയ ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് വന്നപ്പോൾ ഞങ്ങളോടൊപ്പം എനിക്ക് മുമ്പ് ആദ്യത്തെ സ്റ്റേജായിരുന്നു അദ്ദേഹത്തിന്റെ. ആദ്യമായിട്ടാണ് അദ്ദേഹം മൈക്ക് പിടിച്ചൊരു സ്റ്റേജിൽ നിന്നത്. സ്തോത്രം. അജി ബ്രദറിന്റെ അവിടെ വെച്ച്. സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, ആരൊക്കെ നിന്നിച്ചാലും അവനെ കൊണ്ട് ഇത് ചുമപ്പിക്കും. സുവിശേഷത്തിന്റെ അന്തസ്സത്തായി കേട്ടു. വിശ്വസിക്കാൻ കഴിയാതെ ഒത്തിരി ഈ നാമത്തെ നിരാകരിച്ച ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയുമാണ് ഞാൻ. പ്രിയരെ, ഒടുവിൽ വേദപുസ്തകത്തിന്റെ താളുകളെ തുറന്നു നിന്ന് സത്യവേദ പുസ്തകത്തിന്റെ കാതലായ സത്യങ്ങളെ പൊരുളി തിരിച്ചു പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ കഴിയാതെ വലത് കൈകൊണ്ട് വേദപുസ്തകന്റെ താളുകളെ വലിച്ചു കീറി പരിക്കനുള്ള സിമെന്റ് തറയിലേക്കിട്ട് പാരകന്റെ ചെരുപ്പ് അതുകൊണ്ട് ചവിട്ടി തേച്ചിട്ട് അതേ തുപ്പി. ഒടുവിൽ പറഞ്ഞു, നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണെങ്കിൽ അവന്റെ ശക്തി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞൊരു പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ, ഹംതയോടുകൂടി, ഹംഭാവത്തോടുകൂടി, സ്തോത്രം, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇതിനെ നിന്ദിച്ചതാ. ക്രിസ്തീയ പാട്ടുകളൊക്കെ തിരുത്തി എഴുതി, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരെ അന്യഭാഷ പേപ്പറിൽ തിരുത്തി എഴുതിയതൊക്കെയാ. സ്തോത്രം. എന്നാൽ അങ്ങനെയൊക്കെ വരവെയാണ് വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ പൊരുളി തിരിച്ചു പറയുവാൻ അവർ പുസ്തകം തുറന്ന് കയ്യിലോട്ട് തന്നത്. തൊടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധപൂർവം കയ്യിലേക്ക് തന്നെ വലിച്ചു കീറി കളഞ്ഞിട്ടാണ് ഇതിനെ തുപ്പിട്ട് പറഞ്ഞ യേശുവിന്റെ ശക്തി ഒന്ന് കാണട്ടെ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, കർത്താവ് നമുക്കെല്ലാം തരും. തന്റെ യൗവന രക്തം അവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നു. സ്തോത്രം. വസ്ത്രം ജനം ചീട്ടിട്ടെടുത്തു. സൗഖ്യം തരും, സമാധാനം തരും, എല്ലാ സന്തോഷവും തരും. പക്ഷെ എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടു തരത്തില്ല. ഇന്ന് രാത്രി മഹത്വപൂർണ്ണൻ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്.
സ്തോത്രം. ഹല്ലേലൂയ. മഹത്വം എടുക്കാൻ നോക്കിയ സകല മഹാന്മാരെയും അടിച്ചിട്ടുണ്ട്. ഒരിക്കൽ നെബൂഖദ്നേസർ മഹത്വം എടുക്കാൻ നോക്കി, കാളയെ പോലെ അവനെ പുല്ലുതീറ്റി. ഹെരോദാവ്, സ്തോത്രം, ഇവനൊരു ദേവനല്ലോ എന്ന് ജനം പറഞ്ഞതാ. ദൂതനടിച്ച് ക്രിമിക്കിരിയായി പ്രാണനെ വിട്ടു. ഇന്ന് രാത്രി പറയാം, മഹത്വത്തിന് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, ഒന്നുകൂടി പറഞ്ഞാൽ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, എല്ലാ മുഴങ്കാലും മടങ്ങുന്നത് യേശുവിന്റെ നാമത്തിങ്കൽ. സർവശക്തൻ അല്ലേ? ആകാശത്തെ വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, അണ്ടചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരുവച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, ഒറ്റ വാക്കിനാൽ മുഴുലോകത്തെ ഉളവാക്കിയവൻ, സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചവൻ. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ നിന്ന സൃഷ്ടിപ്പിന്റെ ഗാനമേ ദൂതന് പാടാനുള്ളൂ. പക്ഷെ നമുക്ക് പാടാനുള്ള യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിന്റെ പാട്ടാണ് നമുക്ക് പാടാനുള്ളത്. സർവശക്തനായ ദൈവം, അടുത്തത് സർവജ്ഞാനിയായ ദൈവം, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്തു തന്നെ മേലാൽ സംഭവിക്കാനുള്ള പ്രസ്താവിക്കുന്ന ഒരു ദൈവം. ഒന്നുകൂടി പറഞ്ഞാൽ ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു സ്തോത്രം. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും, ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാലും, തമിഴിൽ പ്രാർത്ഥിച്ചാലും, മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും, തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും, അറബിയിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു ദൈവം. പലരും അനേകരോട്, പുണ്യവാണന്മാരോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തുമല്ല, ഞാനിങ്ങനെ ചിന്തിക്കും, ഇവരൊക്കെ മരിച്ചു മൺമറഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രൂപം കൊണ്ട ഭാഷയിൽ ഇവരോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ മനസ്സിലാകുവാവോ? സ്തോത്രം. സർവജ്ഞാനിയായ ദൈവം, പിന്നെയോ സർവ വ്യാപി. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്. സ്തോത്രം. കഴുകനെ പോലെ ചിറകടിച്ചു പോയാലും അവിടെയും ദൈവത്തിന്റെ കരം വരും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രദേശം കൊണ്ട് ഒതുങ്ങുന്നവനല്ല സാക്ഷാൽ ദൈവം. സന്തോഷം. ഇതെന്താ മലയും കീഴ്, എന്നാ ഈ സ്ഥലത്തിന്റെ പേര്? മലയും കാവ്. ഓക്കെ, സ്തോത്രം. വണ്ടിയിലൊക്കെ നിന്നാ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഞാൻ അവിടെ ഇരുന്നോണ്ടൊരു ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ചർച്ചില്, സ്തോത്രം, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പാസ്റ്റർമാർക്കും അയച്ചു കൊടുത്തു. ഉടനെ എന്നോട് ചോദിക്കും, ഇന്ന് വണ്ടിയിലാണോ ആന്റി പ്രസംഗിക്കുന്നത്? അന്നേരം ഞാൻ ഫ്രണ്ടിലോട്ട് നോക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. സ്തോത്രം. മാവേലിക്കരയൊക്കെ വരുവാണെങ്കിൽ വരണം കേട്ടോ, ഈ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട്. പ്രൈസ് ദി ലോർഡ്. നന്നായി വർഷിപ്പ് ലീഡ് ചെയ്ത കുഞ്ഞുങ്ങള്, സഹോദരങ്ങള്, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഒരു പ്രദേശങ്ങൾ മലയും കാവ് കൊണ്ട് ഒതുങ്ങുന്ന ഒരാളല്ല. പറയുന്നു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവവ്യാപിയായ ദൈവം. സ്തോത്രം. അല്ല, ജീസസ് എവിടെ പോയാലും ജീസസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം. കാരണം ഇത് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ കേരളത്തിൽ പറഞ്ഞ അതേ യേശുവിനെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ വിദേശ രാജ്യത്തായിരുന്നു. അവിടെയും ഞാൻ യേശുവിനെ പ്രസംഗിച്ച്, അവർക്ക് യേശുവിനെ അറിയാം. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഹിന്ദിക്കാർ സംസാരിക്കുന്നിടത്തായിരുന്നു, അവിടെയും യേശുവിനെ അറിയാം. സ്തോത്രം. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രദേശം കൊണ്ട് ഒതുങ്ങുന്ന ദൈവമല്ല, ഒരു പഞ്ചായത്ത് കൊണ്ട് ഒതുങ്ങുന്ന ദൈവമല്ല, അല്ല ഒരു താലൂക്ക് കൊണ്ട് ഒതുങ്ങുന്ന ദൈവമല്ല, ഒരു ഡിസ്ട്രിക്ട് കൊണ്ട് ഒതുങ്ങുന്ന ദൈവമല്ല. അവൻ സർവജ്ഞാനി, സർവവ്യാപിയുമായ ദൈവമാണ്. ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ നടുവിൽ ഇതൊക്കെ ചെയ്തു. സ്തോത്രം. ചെറിയൊരു ടെമ്പറേച്ചർ തുടങ്ങി. എനിക്ക് വേദപുസ്തകമൊക്കെ വലിച്ചു കയറി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇവരെതിർത്തില്ല. പ്രാർത്ഥിക്കുന്നവരെന്ത് ചെയ്യുന്നില്ല? എതിർത്തില്ല.
ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന, അതിനോട് ക്ഷമിക്കണേ. അല്ലേ ഞാൻ ഓർത്തു, സ്തോത്രം, ഇതുപോലൊരു ജാതി. ഫേസലോ അല്ലേ, അവരുടെ മതഗ്രന്ഥം കീറിയിട്ട് പോലും അവരെന്ത് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല. ഫേസലോ. പക്ഷേ ദൈവത്തിന്റെ കരം എൻ്റെ മേൽ ഭാരമായി വന്നു. ജീസസ്. ഫേസലോ. സ്തോത്രം. ചെറിയൊരു ടെമ്പറേച്ചർ തുടങ്ങി. അത് സാധാരണ ഒരു പനിയിൽ ഒതുങ്ങി നിന്നില്ല. സ്തോത്രം. പെട്ടെന്നുണ്ടായ ദേഹാസ്വസ്ഥത. സ്തോത്രം. എൻ്റെ ദൃഷ്ടി മറഞ്ഞു, വായിൽക്കൂടെ നിറയും പതയും വന്നു. ശരീര അസ്വസ്ഥതയാൽ എന്നെ ഹോസ്പിറ്റലാക്കി. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്. വായൊരു വശത്തേക്ക് കൂടി, വലചുവടെ കേൾവി നഷ്ടപ്പെട്ടു, സംസാരശേഷി പോയി. ബെൽസ് പാൾസി എന്നൊക്കെയാണ് ഡോക്ടർ വിധിച്ചത്. പക്ഷെ ബെൽസ് പാൾസി ഒന്നുമല്ല, ദൈവത്തിന്റെ കരമായി. കാരണം ബെൽസ് പാൾസി വന്നാൽ വാഗോടത്തേ ഉള്ളൂ, ഇവിടെയൊക്കെ പ്രശ്നമേ ഉള്ളൂ, കൈയും കാലും തളരത്തില്ല. വലത് കൈയും വലത് കാലും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രിയരെ സാക്ഷ്യം നിർത്തട്ടെ, ഏത് കരം കൊണ്ട് യേശുക്രിസ്തുവിന്റെ വചനം വലിച്ചു കീറിയോ, ഏത് കാലുകൊണ്ട് ചവിട്ടിയോ, ഏത് അതരം കൊണ്ട് തുപ്പിയോ, ആ നാവ് താണ്. വലത് കൈ തളർന്ന്, വലത് കാല് തളർന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാസങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ വലത് കൈയും വലത് കാലും ശോഷിച്ചൊരു പോളിയോ വന്ന് കുഞ്ഞിന്റെ കാലും കൈയും പോലെ. സ്തോത്രം. അതിനുശേഷം ഇടത് കൈയും ഇടത് കാലും ശോഷിച്ചു. രണ്ട് കാലും കൈയും തളർന്നു. സമൃദ്ധമായി മുടി ഉണ്ടായിരുന്നു. മുടി മുഴുവനും കൊഴിഞ്ഞു, പിരിയമൊക്കെ കൊഴിഞ്ഞ്, വായൊരു വശത്തേക്ക് കൂടി, സംസാരശേഷി നഷ്ടപ്പെട്ട്. ഇനിയും വിശ്വസിക്കുന്നവരോട് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് ഭവനത്തിലേക്ക് വിട്ടു. ഭവനത്തിലേക്കല്ല, സ്തോത്രം, അറിയപ്പെടുന്ന മറ്റൊരു സ്തോത്രം ഹോസ്പിറ്റലിലേക്ക് പോയി. എല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ വീട്ടിൽ വന്നു. ഒറ്റ വാക്ക് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. മാസങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, നാട്ടിലൊക്കെ ഇങ്ങനെ ആമവാദം എന്ന് പറയും. കൈയും കാലും ഒക്കെ ഇങ്ങനെ വിരൂപമായി, കൈകാലുകൾ വിരൂപമായി, വാഗോടി, നാവുതാണ്. സ്തോത്രം. മുടിയുമെല്ലാം കൊഴിഞ്ഞ് ഒടുവിൽ തുടർമാനമായിട്ടുള്ള ചികിത്സ. സ്തോത്രം. ഉച്ചി മുതൽ പാദം വരെ തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് വരുമ്പോൾ കുമളകൾ പോലെ വരുന്നത് പോലെ, പപ്പടം വെളിച്ചെണ്ണയ്ക്കകത്ത് കുമള പോലെ വരുന്ന പോലെ, ദേഹം മൊത്തം വ്രണങ്ങൾ നിറഞ്ഞ് പൊട്ടിയളിഞ്ഞ് ഡ്രസ്സ് പോലും ധരിക്കാൻ വയ്യാതെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഭവനത്തിൽ കിടക്കുകയും മരണത്തോട് മല്ലടിച്ച് ആശ്രയ സ്ഥാനങ്ങൾ അറ്റുപോയി. സ്തോത്രം. ലോകവൈദ്യന്മാർ ഉപേക്ഷിച്ചു. അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ അമ്മ, ഇപ്പോൾ 87 വയസ്സുണ്ട്. സ്തോത്രം. അന്ന് എൻ്റെ അടുക്കൽ വന്നെന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും ഇളയ മകളാണ് ഞാൻ. കണ്ണുനീരോടെ പറഞ്ഞു, ഭഗവാനെ ഈ കുഞ്ഞിൻ്റെ ജീവനെ അങ്ങ് എടുക്കണേ എന്ന് പറഞ്ഞു. കണ്ണുനീരോടെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. ജീവനുള്ള ദൈവത്തെ കുടുംബത്തിൽ രുചിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ സ്വർഗീയ സന്തോഷം എങ്ങനെ പറയാതിരിക്കും? പാസ്റ്റർ ഇവിടെ നിന്നുകൊണ്ട് കരമടിക്കുക, കണ്ണടക്കുക, സ്തോത്രം പറ, തലകുലുക്കെന്നൊക്കെ പറയുമ്പോഴാണോ സ്തോത്രം പറയുന്നത്? സ്തോത്രം. അവൻ എൻ്റെ ജീവന്റെ ബലമോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. തകർക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുമ്പോൾ നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ പ്രവർത്തകർ ഞങ്ങളുടെ ദേശത്ത് വന്നു. ഒരു കൂട്ടം സാധുക്കളായ ഉപദേശിമാർ ഒരു സഞ്ചിക്കകത്തോട്ട് കുറെ ട്രാക്റ്റും ഇട്ട് കവലയിൽ നിന്നുകൊണ്ട് മരിച്ച് നാറ്റം വച്ച ലാസറിനെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ടെന്ന്. ലാസർ എന്ന് പറയുന്ന ആരാന്നറിയപ്പെടാത്ത ജനത്തിന്റെ നടുവിൽ വന്ന് പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവർ പറഞ്ഞു, കേറി വാ, അവളെ എഴുന്നേപ്പിച്ചില്ലെങ്കിൽ അവളെ ഇടുന്ന കുഴി നിന്നെയൊക്കെ ഇട്ട് കളയുമെന്ന്. അങ്ങനെ വെല്ലുവിളിയുടെ നടുവിൽ കിടക്കയ്ക്ക് ചുറ്റും നിന്ന് കരം കോർത്ത് പിടിച്ച് അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ വചനം പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ആ ഒരു കിടപ്പിൽ കിടക്കുമ്പോഴും കൈകാലുകൾ തളർന്ന്, വാഗോടി, സംസാരശേഷി നഷ്ടപ്പെട്ട്, മുടിയും പിരികമെല്ലാം കൊഴിഞ്ഞ് 18 കിലോ പോലും തികച്ചില്ലാത്ത അസ്ഥിപഞ്ജരമായി അകത്ത് കിടക്കുന്ന ഞാൻ അവിടെ വെച്ച് ഇവരെ കണ്ടപ്പോൾ ആ നാമം പോലും നാവിൽ ഉച്ചരിക്കത്തില്ലെന്ന് തീരുമാനമെടുത്ത് മരിക്കാൻ കിടക്കുമ്പോഴും അഹങ്കാരത്തോടെ ഉള്ളിൽ പറഞ്ഞ ഞാൻ എന്റെ കിടക്കയ്ക്ക് ചുറ്റും നിന്ന് സാധുക്കളായ ഉപദേശിമാർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, സുന്ദരമെന്ന ദേവാലയോപത്തെ ഭിക്ഷയായി ചെന്ന് മുടന്തിന് സൗഖ്യം കൊടുത്ത നാഥ, നന്മയ്ക്കായ ഒരു അടയാളം ഈ തലമുറയുടെ ജീവിതത്തിൽ ചെയ്യണം. അടുത്തൊരു വാക്ക്, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദമാക്കി, രാജ്യങ്ങളുടെ ശബ്ദമാക്കി ഇവളെ മാറ്റണം. നാറ്റം വെച്ച ശരീരത്തിന് ജീവൻ തരാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നമ്മൾ അഭിഷേകത്തിലൂടെ കേട്ടു. ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. യേശു വന്നാൽ നാറ്റം വെച്ചതിന് ജീവൻ പകരും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നയീൻ എന്ന പട്ടണത്തിലെ വിധവയോട് ചോദിച്ചാൽ അവൾ പറയും, എന്റെ ജീവനാകുന്ന കുഞ്ഞു മരിച്ചുപോയി, യേശു എന്റെ വീട്ടിൽ വന്നില്ല, യേശു വഴിയിൽ വെച്ച് എന്നെ കണ്ടു, എന്റെ നഷ്ടപ്പെട്ട തലമുറയെ എനിക്ക് തിരികെ തന്നു.
സ്തോത്രം. എന്നാൽ യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണിയുണ്ട്. അവനും പറയും, എന്റെ ജീവനാകുന്ന കുഞ്ഞു മരിച്ചുപോയി, യേശു എന്റെ വീട്ടിൽ വന്നു, എന്റെ നഷ്ടപ്പെട്ട തലമുറയെ എനിക്ക് തിരികെ തന്നു. നോക്കിക്കേ, വീട്ടിൽ വെച്ചും തന്നു, വഴിയിൽ വെച്ചും തന്നു. ബെഥാനിയയിലെ സഹോദരിമാര് പറയും, യായിറോസിന് വേണ്ടി വീട്ടിൽ വെച്ച് തലമുറയെ കൊടുത്തതുപോലെ ഞങ്ങൾക്ക് വേണ്ടി വീട്ടിൽ വന്നില്ല. വഴിയിൽ വെച്ച് നയ്യീൻ എന്ന പട്ടണത്തിലെ വിധവയ്ക്ക് വേണ്ടി അവിടെ തലമുറയെ തിരികെ കൊടുത്തതുപോലെ കേട്ടോ, ഞങ്ങളുടെ വീട്ടിലല്ല വന്നത്. പിന്നെയോ, വീട്ടിൽ വന്നില്ലേലും വഴിയിൽ വന്നില്ലേലും കല്ലറയ്ക്കകത്ത് വെച്ചാലും എന്റെ യേശു അവിടെ വരും. വീട്ടിൽ നടന്ന വിടുതൽ കുഞ്ഞു മരിച്ചിട്ട് നിമിഷങ്ങളേ ആയുള്ളൂ. വഴിയിൽ നടന്ന വിടുതൽ കൊച്ചു മരിച്ചിട്ട് മണിക്കൂറുകളായി. എന്നാൽ കല്ലറയിൽ നടന്ന വിടുതല് സഹോദരൻ മരിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, വീട്ടിൽ വെച്ചായാലും വഴിയിൽ വെച്ചായാലും കല്ലറയിൽ വെച്ചാണേലും എന്റെ യേശു വന്ന വിടുതലുണ്ട്. എന്റെ യേശു വന്ന വിടുതലുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിഷയത്തിന്റെ പഴക്കമല്ലോ, വിശ്വാസത്തിന്റെ ആഴമോ. ഭയപ്പെടേണ്ടോ, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക എന്ന് യായിറോസിനോട് പറയുമ്പോൾ അതേ കർത്താവ് മാർത്തിയോടെയും മറിയോടെയും പറഞ്ഞത് ഇങ്ങനെയാണ്: വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാണ്? എന്റെ കൂടാരത്തിൽ വന്ന് എന്റെ കിടക്കയ്ക്ക് ചുറ്റും കൈകോർത്ത് പിടിച്ച അഭിഷിക്തന്മാർ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് കരണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അദൃശ്യമാകുന്ന ശക്തി എന്റെ ഉച്ചി മുതൽ പാദം വരെ വന്നു. 3 പ്രാവശ്യം ഞാൻ വോമിറ്റ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യം ഞാൻ ഇങ്ങനെ വോമിറ്റ് ചെയ്യുമ്പോൾ മരണത്തോട് മല്ലടിച്ച് വേദന കൊണ്ട് പിടയുമ്പോൾ എന്റെ അമ്മ അതെ തുളസിത്തണ്ടിനകത്ത് തീർത്ഥം മുക്കി ചുണ്ടത്തോട്ട് വെച്ച് തരാൻ നോക്കുമ്പോൾ അവര് പറഞ്ഞില്ലമ്മോ, യേശുവിടെ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ അവിടെ ബന്ധനങ്ങളെ അഴിച്ച് നിങ്ങളുടെ മകളെ യേശു എഴുന്നേൽപ്പിക്കും. പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ആരാധനയുടെ നടുവിൽ കെട്ടുകൾ അഴിയും, ആരാധനയുടെ നടുവിൽ ബന്ധനങ്ങൾ അഴിയും, ആരാധനയുടെ വാതിലുകൾ തുറക്കും, ആരാധനയുടെ നടുവിൽ സിംഹത്തിന്റെ വായ അടയോ. നാം വായിച്ച വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 17ാം വാക്യത്തിൽ, മാർക്കോസ് 16:17, വിശ്വസിക്കുന്നവരോ ഈ അടയാളം നടക്കും എന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഏത് നാമം പറഞ്ഞ സ്തോത്രം. ഗോലിയാത്തിന് നേരെ ദാവീദ് ഓടിയപ്പോൾ നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ജീസസ്. ആ നാമം എവിടെയൊക്കെ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടോ, ആ ദേശമൊക്കെ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഈ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവർ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാ നിറയപ്പെട്ടവൻ ഏത് ദേശത്ത് കാലെടുത്ത് ചവിട്ടിയാലും, വിശ്വസിക്കുന്നുണ്ടോ? വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടോട്ട് കയറി ചെന്നാലും അവിടെ വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാ നിറയപ്പെട്ടവൻ എവിടെ കാലെടുത്ത് വെച്ചാലും, അതൊരു ദേശത്താണെങ്കിൽ ഒരു ഭവനത്തിലാണെങ്കിൽ ആ ബന്ധനങ്ങൾ അഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓ, ഗദരദേശത്ത് ചെന്നാൽ എന്നാൽ അത് സംഭവിക്കാതിരിക്കാൻ പിശാച് പരിശ്രമിക്കും. ജീസസ്. വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. പറയുക, ശ്രദ്ധിക്കണം. കിടക്കയ്ക്ക് ചുറ്റുന്ന ഒറ്റ പ്രാർത്ഥനയുടെ നടുവിൽ 3ാമത്തെ പ്രാവശ്യം വോമിറ്റ് ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കാൻ കഴിയത്ത് ഞാൻ പറഞ്ഞു, യേശു 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 ഭഗവാൻ ജീവിക്കുന്നു. അന്നെൻ്റെ അതരത്തെ എൻ്റെ യേശുപ്പച്ച തൊട്ടു. ഞാൻ എങ്ങനെയാ സ്തുതിക്കാതിരിക്കുന്നത്? ഞാൻ എങ്ങനെയാ ആരാധിക്കാതിരിക്കുന്നത്? 1.5 മണിക്കൂറത്തെ ആരാധന നടുവിൽ എൻ്റെ നരിയാണികളെ ദൈവം ഉറപ്പിച്ചു. സ്തോത്രം. തുള്ളിയും ചാടിയും ദൈവാലയത്തിലേക്ക് വന്ന് മുടന്തൻ ദൈവത്തെ സ്തുതിച്ചതുപോലെ എനിക്കറിയാൻ വയ്യ. യേശുവിനെ സ്തുതിക്കണോ, മറിയെ സ്തുതിക്കണോ, യോസഫിനെ സ്തുതിക്കണോ, ആരെയാ സ്തുതിക്കേണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, യേശു എന്നെ രക്ഷിച്ചു. സ്തോത്രം.
Praise the Lord. ആരാധനയുടെ മഹത്വം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവർക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. മറ്റ് പടകുകളൊക്കെ ഉണ്ട്, പക്ഷെ ആ പടകിനൊന്നുമില്ലാത്ത പ്രതികൂലം യേശുവുള്ള പടകിലുണ്ടായി. സ്തോത്രം. പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുന്ന കൈപ്പേറിയ അനുഭവങ്ങളുടെ നടുവിൽ കർത്താവേ, എന്തുകൊണ്ട് ആർക്കുമില്ലാത്ത പ്രശ്നം എൻ്റെ ജീവിതത്തിൽ, ആർക്കുമില്ലാത്ത വേദന എൻ്റെ ജീവിതത്തിൽ, ആസാ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ആർക്കുമില്ലാത്ത, ആസാഫ് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. ഓ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ പ്രതികൂലങ്ങൾ? ഒറ്റ വാക്ക് ഞാൻ പറയാം, യേശു നിന്റെ പടകിലുള്ളത് കൊണ്ട്. മറ്റു പടകിലില്ലാത്ത കാറ്റ്, മറ്റു പടകിലില്ലാത്ത പ്രതിസന്ധി, മറ്റു പടകിൽ അടിക്കാത്ത പ്രതികൂലം, മറ്റു പടകിൽ വരാത്ത തിരമാല നിന്റെ പടകിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, യേശു എൻ്റെ പടകിലുണ്ട്. പക്ഷെ ഒറ്റ കാര്യം സ്നേഹിതരെ വിശ്വസിച്ചാൽ മതി. ഇക്കരെ വെച്ചവനൊരു വാക്ക് പറഞ്ഞു, വാ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. അക്കരയ്ക്ക് പോകാമെന്ന് ഇക്കരെ വെച്ച് നിനക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പാതി വഴിയിൽ വരുന്ന ഒരു കാറ്റിനും, ഒരു തിരമാലകൾക്കും, ഒരു കടലിനും, ഓ ശകനബ സന്ധര, ഒരു കാറ്റിനും, ഒരു പ്രതികൂലത്തിനും, ഒരു രോഗത്തിനും, ഒരു വെല്ലുവിളിക്കും, ഒരു പ്രതിസന്ധികൾക്കും, ഒരു വാഴ്ചകൾക്കും, ഒരു അധികാരത്തിനും, ഒരു മന്ത്രവാദത്തിനും, ഒരു ആഭിചാരത്തിനും, ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ഈ കര വെച്ച് നിന്നോട് പറഞ്ഞ ദൈവം യേശു ക്രിസ്തു പറയും, അക്കരയ്ക്ക് പോകാം. പോകാമെന്ന് പറഞ്ഞിട്ട് നിന്റെ പടകിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ല യേശു. നീ കേറിയ പടകിനകത്ത് കുഞ്ഞെ യേശുവുണ്ട്, നിന്റെ പടകിൽ യേശുവുണ്ട്. ഈ തിരമാലകൾക്ക് കാരണം, ഈ പ്രതിസന്ധികൾക്ക് കാരണം, ഈ വെല്ലുവിളികൾക്ക് കാരണം, ഈ പോരാട്ടങ്ങൾക്ക് കാരണം, ഈ കൊടുങ്കാറ്റിന് കാരണം ഒരു വിടുതൽ മുന്നിൽ വെളിപ്പെടാനുണ്ട്. മുന്നിൽ ഒരു വെളിപ്പെടാനുള്ള ആ വിടുതലിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായത്. ഇന്ന് രാത്രി ആത്മാവിന്റെ കണ്ണാലൊന്ന് കാണുവോ? യോസഫേ, നിന്റെ ദർശനത്തിനൊരു സമാപ്തിയുണ്ട്. ജീസസ്, 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 നിന്റെ ദർശനത്തിനൊരു സമാപ്തിയുണ്ട്. തിളച്ച എണ്ണയ്ക്കകത്തു നിന്ന് കോരിയെടുത്തിട്ടും പോറലേൽക്കാതെ ജീവനോടെ ഇരിക്കുന്ന യോഹന്നാനെ, പത്മോസിന് നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കേ, ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് കയറി ഒരുത്തനും തിരിച്ചിറങ്ങി വന്നിട്ടില്ല. പത്മോസിൽ കേറിയ ഒരുത്തനും അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നിട്ടില്ല. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ചില രോഗങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഞെരുക്കങ്ങളും വരുമ്പോൾ ആത്മഹത്യ ചെയ്യാനല്ല, ഇതിനെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവശക്തിയും എന്റെ അകത്തുണ്ടെന്ന് ഇന്ന് രാത്രി നീ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളെന്ന് പറയരുത്. ഈ കടഭാരം എന്നെയും കൊണ്ടേ പോകത്തുള്ളെന്ന് പറയരുത്. ഈ വെല്ലുവിളി എന്നെയും കൊണ്ടേ പോകത്തുള്ളെന്ന് പറയരുത്. ഓ, പത്മോസിൽ ഒരു യോഹന്നാൻ പോയത് എല്ലാവരും പോയതുപോലെ അല്ല എങ്കിൽ ഇന്ന് രാത്രി ചിലരോടൊക്കെ ആത്മാവിൽ ദൂത് പറയാ. നീ അനുഭവിക്കുന്ന വെല്ലുവിളി ഉണ്ടല്ലോ, നീ അനുഭവിക്കുന്ന പ്രതികൂലമുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, ഇത് നിന്നെ കൊണ്ട് പോകാനല്ല, ഇതിനകത്തുനിന്ന് നീ പുറത്തു വരും. ഇതിനകത്തുനിന്ന് പുറത്തു വരും. വിശ്വസിച്ചെന്ന് ആമേൻ പറയാൻ പറ്റുമോ? ഈ രോഗത്തിനകത്തുനിന്ന് നീ പുറത്തു വരും. ഈ ശാപത്തിന്റെ കെട്ടിനകത്ത് നിന്ന് നീ പുറത്തു വരും. ഈ മദ്യപാനത്തിനകത്ത് നിന്റെ തലമുറ പുറത്തു വരും. ഒന്ന് വിശ്വസിച്ച് ആമേൻ പറ. ഈ പാരമ്പര്യ ശാപത്തിനകത്തു നിന്ന് പുറത്തു വരും. ഈ മാരക രോഗത്തിൽ നിന്ന് നീ പുറത്തു വരും. വിശ്വസിക്കാൻ തയ്യാറാണോ? ഡോക്ടർമാർ കൈമലർത്തിയ കേസായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ തലമുറ പുറത്തു വരും, നിന്റെ കുടുംബം പുറത്തു വരും, നീ പുറത്തു വരും. ഇതിനകത്ത് കയറ്റിയതിന്റെ പിന്നെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ചുമ്മാതെ ഇറങ്ങി വരത്തില്ല. വരുന്ന ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില വെളിപ്പാട് പ്രാപിച്ചു. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില വെളിപ്പാട് പ്രാപിച്ചിട്ട്
ഇതിനകത്തുനിന്ന് പുറത്തു ഒരുത്തനും ഇതിനകത്തുനിന്ന് പുറത്തു വന്നില്ലായിരിക്കാം, പക്ഷെ ഞാൻ പുറത്തു വരുമെന്ന് പറയണം. അതരം കൊണ്ട് വിശ്വാസത്തോടെ പറ, ഈ വെല്ലുവിളിക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരും, ഈ കടഭാരത്തിനകത്തുനിന്ന് ഞാൻ പുറത്തു വരും, ഈ രോഗത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും, ഈ ശാപക്കെട്ടിനകത്തുനിന്ന് ഞാൻ പുറത്തു വരും, ഈ കെണിക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരും, ഈ മദ്യപാനത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും. എന്റെ തലമുറ അതിനകത്തുനിന്ന് പുറത്തിറങ്ങും. ഈ ആഭിചാര കൂടിനകത്തുനിന്ന് ഞാൻ പുറത്തു വരും. കാരണം വെറുതെ വരികയല്ല, നീ ക്രിസ്തുവിനാൽ പ്രാപിച്ച ചില വെളിപ്പാട് പ്രാപിച്ചു വരും. വിശ്വസിക്കുന്നവരാൽ ഇത് സംഭവിക്കും. ഒന്ന് ആമേൻ പറ. അങ്ങനെ തന്നെ സംഭവിക്കും. ദേശത്ത് വലിയൊരു വിടുതലുണ്ട്. ദേശത്ത് വലിയൊരു വിടുതലുണ്ട്. കാറ്റും കോളും പ്രതികൂലങ്ങളും എല്ലാം ആഞ്ഞടിച്ചു. ശിഷ്യന്മാർ നിലവിളിക്കാൻ, ഞങ്ങൾ നശിക്കാൻ പോവാണ്. പ്രതികൂലം വരുമ്പോൾ നമ്മളെല്ലാവരും പതറിപ്പോകും. യോ നശിക്കാൻ പോകുക. നോ, ഒരിക്കലുമല്ല. നിന്നെ തകർത്ത് കളയാനല്ല ഈ വേദന, നിന്നെ മുടിച്ചു കളയാനല്ല ഈ കഷ്ടം, നിന്നെ ഇല്ലായ്മ ചെയ്യാനല്ല, നിന്നെ നിത്യത സിയോനിൽ എത്തിക്കാന്നുള്ള ദൈവിക ദൗത്യമാണ്. അങ്ങനെയെങ്കിൽ വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ ദൈവം നിനക്ക് കൃപ തരും. മറ്റ് പടകിനൊന്നുമില്ലാത്ത പ്രതികൂലം, മറ്റ് പടകിനില്ലാത്ത തിരമാല, മറ്റ് പടകിനില്ലാത്ത പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വരുമ്പോ ദൈവവേദനയെ ഓർത്തോ, എന്റെ പടകിൽ എന്റെ യേശുവുണ്ട്, എന്റെ പടകിൽ യേശുവുണ്ട്, എന്റെ പടകിൽ യേശുവുണ്ട്, എന്റെ പടകിൽ യേശുവുണ്ട്. സഹോദരിമാരെ വിശ്വസിക്കുക. സ്തോത്രം. യേശു എന്റെ പടകിലുണ്ട്. എത്ര നിന്ദകൾ വന്നാലും, എത്ര ആക്ഷേപങ്ങൾ വന്നാലും, ഓ ഹന്ന പറയും, ആക്ഷേപിച്ചവനെ കൊണ്ട് ആലോചന പറയിപ്പിക്കുന്നവനാ ദൈവം. നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞവനെ കൊണ്ട് അടുത്ത സെക്കൻഡിൽ ആലോചന പറയിപ്പിച്ചു. ഇന്ന് രാത്രി വിശ്വസിച്ചോ, നീ മുകളിലേക്കാ നോക്കിയതെങ്കിൽ, നീ സ്വർഗത്തിലേക്കാ നോക്കിയെങ്കിൽ, ക്രിസ്തുവിന്റെ മുഖത്തേക്കാ നോക്കിയെങ്കിൽ, നീ ഒരിക്കലും ലജ്ജിച്ചു പോവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. എന്തിനായി പ്രതികൂലം? നീ അവന്റെ സാക്ഷിയാകാനാ, നീ അവന്റെ സാക്ഷിയാകാനാ. ഓ ജീസസ്. സ്തോത്രം. ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാം. അക്കരയെത്തി. കാറ്റും കോളും പ്രതികൂലങ്ങളും തിരമാലകളും ഒക്കെ ആഞ്ഞടിച്ചു. നശിച്ചു പോകാനൊക്കെ ആണോ എന്ന് അവർ ചോദിച്ചപ്പോ കർത്താവ് പടകിൽ ഇരുന്നിട്ട് ഒറ്റ ശാസനം. ആരെയാ? ശിഷ്യന്മാരെ ആണോ? പിന്നെ കാറ്റിന് കാരണമെന്നാ? ഈ കാറ്റാണ് മറഞ്ഞു നിന്ന് പൊരുതുന്ന ശക്തിയാകും. പലപ്പോഴും നമ്മൾ മനസ്സിലാകാത്ത ഒരു കാര്യം, കുടുംബത്തിലായാലും കുഞ്ഞുങ്ങളുടെ ഇടയിലായാലും എന്തെങ്കിലും ഒരു ഭാരമോ വിഷമമോ ഉണ്ടെങ്കിൽ, അച്ഛനാ പ്രശ്നം, കുഞ്ഞാ പ്രശ്നം, അമ്മയാ പ്രശ്നം, അപ്പനാ, ഭാര്യ. പക്ഷേ പടകിനെതിരെ വരുന്ന തിരമാലകൾക്ക് കാരണം അക്കരെ എത്തിക്കാതിരിക്കാൻ ആഞ്ഞടിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ. അത് ആത്മാവുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. ആത്മാവുള്ളവനെ അത് മനസ്സിലാക്കാൻ പറ്റുന്നു. യേശു പടകിൽ എഴുന്നേറ്റു. യേശു ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കാടാ വന്ന് പറഞ്ഞില്ല. മറഞ്ഞു നിന്ന് പൊരുതുന്ന കാറ്റിനോട് പറഞ്ഞു, കാറ്റേ തെങ്ങോ കടലേ ശാന്തമാകും. സെക്കൻഡുകൾക്കുള്ളിൽ കാറ്റടങ്ങി, കടൽ ശാന്തമായി, തിരമാല നിന്നു, നിലവിളിയും തീർന്നു, പടകക്കരയെത്തി. 6000 ഭൂതം ഒരുത്തന്റെ ശരീരം. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് 6000 ഭൂതം ഒരുത്തനെയും കൊണ്ട് താണ്ട വീണു. ജീസസ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം വീട്ടിൽ പോയി വായിച്ചാൽ മതി. യേശു അവനിലുള്ള ദുരാത്മാവിനെ ശാസിച്ചിരുന്നു. ഇപ്പൊ ശാസിച്ചെന്നല്ല, പിന്നെയോ ശാസിച്ചിരുന്നു. എവിടെ വെച്ച്? പാതി വഴി. കാരണം മറഞ്ഞു നിന്ന് പൊരുതുന്ന ഈ അന്ധകാര ശക്തിക്കറിയാം, ഈ പടക അക്കരെ എത്തിയാൽ ഒരുത്തം വിടുവിക്കപ്പെടും. ഒരുത്തം വിടുവിക്കപ്പെട്ട ദെക്കപ്പൊലി, അർത്ഥം 10 പട്ടണം, ഒറ്റ ഒരുത്ത സുവിശേഷീകരിക്കും. സ്തോത്രം. അതുകൊണ്ട് പാതി വഴിയിൽ അഭിഷേകമുള്ളവന്റെ യാത്രയെ ഇല്ലാതാക്കണം. അഭിഷേകമുള്ളവന്റെ യാത്രയെ പാതി വഴി തകർക്കണം. അക്കരെ എത്തിക്കരുതെന്ന് വാദിക്കുന്ന ചില ഇരുളിന്റെ വ്യാപാരങ്ങൾ
പാതി വഴിയിൽ പടകിനെ മുക്കിക്കളയാൻ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. നീ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ പടകിനെതിരെ വരുന്ന ചില കൊടുങ്കാറ്റുകളെ, ചില തിരമാലകളെ, വരുന്നതായ ചില പ്രതിസന്ധികളെ, ഇത് നിന്നെ തകർക്കാനാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മമണ്ഡലങ്ങളിൽ ആരാധിച്ചുകൊണ്ട് ശുശ്രൂഷകർക്കെതിരെ, ആരാധനക്കെതിരെ, വിടുതലിന് തടസ്സമായി പടകിനെതിരെ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ മറഞ്ഞു നിന്ന് പരുതുമ്പോൾ ആത്മാവിന്റെ കണ്ണിൽ അതിനോട് പോരാടുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്തു വന്നാൽ പിന്നെ നമുക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല, പിന്നെ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂലോകത്തൊക്കെയും പോയി സാക്ഷികളാകും. ഇവിടെ നോക്ക്, ഒരുത്തന്റെ മേൽ 6000 ഭൂതം മാറി. സ്തോത്രം. ദേശത്തുനിന്ന് ഞങ്ങളെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞു. പന്നിക്കൂട്ടത്തിന്റെ മേൽ പോയി. കൂട്ടം കടുന്തൂക്കത്തോടെ ഇവിടോട്ട് പോയെന്നറിയാമോ? സമുദ്രത്തിലേക്ക് വീണു, ഇല്ലാതായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്തുനിന്ന് പഴയ നിയമത്തിൽ നിന്നൊക്കെ എടുത്ത ഒത്തിരി ചരിത്രം അതിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മിസ്രയീം എന്ന ഇരുമ്പുലിയുടെ നടുവിൽ നിന്ന് തേജോമയനായ ദൈവം മോശയിലൂടെ തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കനാനിൽ എത്തിക്കണം. യോർദാൻ കടന്നു വേണം കനാനിലെത്താൻ. സംഖ്യാപുസ്തകം 32-ാം അധ്യായമൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, 1 മുതലുള്ള അധ്യായം. യോർദാൻ ഇക്കരെ വന്നപ്പോൾ രൂബേന്യരും ഗാദ്യരും ഒക്കെ ചിലര് പറഞ്ഞു, ഞങ്ങളെ അക്കരയ്ക്ക് പോകാൻ വിളിക്കണ്ട. ഇക്കരെ ഒത്തിരി പച്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആടുമാടുകളുണ്ട്, അതുകൊണ്ട് അക്കരയ്ക്ക് പോകാൻ ഞങ്ങളെ വിളിക്കണം. ഇക്കരെ പച്ച കണ്ടപ്പോൾ അക്കരയ്ക്ക് പോകാൻ മനസ്സില്ല. സ്തോത്രം. അല്ലേ? സ്തോത്രം. തമ്പുരാൻ വിളിച്ചത് അക്കരയ്ക്ക് പോകാനാണ്. പക്ഷേ ലോകത്തിന്റെ ചില കാഴ്ചകൾ കണ്ടപ്പോൾ അവരിൽ പലരും അക്കരയ്ക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. സ്തോത്രം. ചരിത്രം പഠിപ്പിക്കുന്ന യാക്കോബിന്റെ 7-ാമത്തെ മകനായ ഗാദ് വിഭജിച്ചെടുത്ത ദേശമാണ് ഗദര. ചില ദേശങ്ങൾ വിഭജിച്ചെടുത്തു. അന്ന് അപ്പന്മാർ ആടിനെ മേയ്ക്കാനാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ കാലങ്ങൾ പലത് കഴിഞ്ഞു. ക്രിസ്തുവിന്റെ കാലം വന്നപ്പോൾ തലമുറകൾ എന്താ ചെയ്തത്? അവർക്ക് ആട് കൃഷിയൊന്നും വേണ്ട. യഹൂദനെ നിഷിദ്ധമായി പന്നിയെ അകത്തു കൊണ്ടുവന്നു. സ്തോത്രം. പന്നിയെ അകത്തു വന്നപ്പോൾ അകത്ത് കിടക്കേണ്ട തലമുറ കാട്ടിലും കല്ലറയിലും പോയി. നോക്കണമേ. സ്തോത്രം. ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ഉള്ളിലേക്ക് അത് ഓടി വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. പ്രിയരെ, സ്തോത്രം. നോക്കണമേ. വീട്ടിൽ കിടക്കേണ്ട തലമുറ കാട്ടിലും കല്ലറയിലുമായി. ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ പറ്റുന്നില്ല, ആരാലും ഒതുക്കാൻ പറ്റുന്നില്ല. ആത്മഹത്യാ പ്രവണതയുള്ള തലമുറ, തന്നെത്താൻ കല്ലുകൊണ്ട് ദേഹം ചതച്ചുകൊണ്ടിരിക്കുന്ന തലമുറ. എന്നാൽ ഒറ്റ ഒരുത്തനെ തേടി യേശു ഒരു ദേശത്ത് ചെന്നു. അവരിലുള്ള ദുരാത്മാവിനെ മാറ്റി. അത് നോക്കിക്ക, സുബോധം വന്നപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു. എന്നിട്ട് അവൻ യേശുവിനോട് പറയാം, ഞാനും നിന്റെ കൂടെ വരിക. കാരണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. എന്താണെന്നറിയാമോ? ദീർഘവർഷങ്ങളായി അപ്പനുമായി അമ്മയുമായി കൂടപ്പറപ്പങ്ങളുമായി വീടുമായി ചാർച്ചക്കാരുമായി ദേശവുമായി ബന്ധമില്ലാതെ കാട്ടിലും കല്ലറയിലും പിശാചിനാൽ ബാധിക്കപ്പെട്ടും ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ചങ്ങല കൊണ്ട് പോലും ഒതുക്കാൻ കഴിയാതെ പൈശാചിക ശക്തിയാൽ നിറയപ്പെട്ട ഒരുവൻ പോയി കിടക്കുന്നു. അവൻ വിടുവിക്കപ്പെട്ടു, സുബോധം വന്നു, വസ്ത്രം ധരിച്ചു. വസ്ത്രം ധരിക്കാത്തവനായി കാട്ടിലും കല്ലറയിലും നടക്കുന്നവൻ യേശു ക്രിസ്തുവിനെ വിടുവിച്ചപ്പോൾ അവൻ സൗഖ്യമായി, സുബോധം വന്നു, വസ്ത്രം ധരിച്ചു. സ്തോത്രം. പക്ഷെ ഇവിടെ ഒരു കൂട്ടം പന്നിക്കൂട്ടം സമുദ്രത്തിലേക്ക് വീണപ്പോൾ വീട്ടുകാർ, അപ്പന്മാരും ഉപ്പാപ്പന്മാരും കൊച്ചപ്പന്മാരും എല്ലാം ഓടി വന്നു. ഞാനത് വായിക്കുമ്പോൾ ഒത്തിരി വേദന തോന്നി. കൊച്ചു വിടുവിക്കപ്പെട്ടതല്ല, സഹോദരൻ തലമുറ വിടുവിക്കപ്പെട്ടതല്ല വിഷയം. സ്തോത്രം. ബിസിനസ് നഷ്ടപ്പെട്ടതാ വിഷയം. അതുകൊണ്ട് സുബോധം വന്ന് പിശാചിന് അടിമപ്പെട്ടവൻ വിടുവിക്കപ്പെട്ട് സുബോധത്തോടെ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് കാണാൻ കണ്ണില്ലാതെ യേശുവിനോട് പറയാം, പൊക്കോ, അതിരിന് പോലും കണ്ടുപോകരുത്. ഇന്നും ഇതാ നടക്കുന്നത്. മദ്യപിച്ചും പുകവലിച്ചും അധാർമികമായ അനുഭവത്തിലൂടെ പോയി കൊല്ലും കൊലവിളിയും നടത്തി കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളുമായി ആർക്കും വേണ്ടാതെ ഓടയിൽ കിടക്കുമ്പോൾ ഒരുത്തനും നോക്കത്തില്ല. എന്നാൽ ഇതുപോലൊരു കറുത്ത ബൈൻഡിട്ട പുസ്തകവും എടുത്ത് യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങിയാൽ വെല്ലുവിളിയാ. പ്രിയരെ, നമുക്കവിടെ കാണാൻ കഴിയുന്നത് തലമുറ വിടുവിക്കപ്പെട്ടതല്ല. യേശുവിനോട് പറഞ്ഞ അതിരിന് പോലും നിന്നെ കണ്ടേക്കരുതെന്ന്.
ഇത് കണ്ടപ്പോൾ ആ കുഞ്ഞിന്, ആ സഹോദരന്, ആ പ്രിയപ്പെട്ടവന് മനസ്സിലായി, ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ പറയാ, കർത്താവേ ഞാനും നിന്റെ കൂടെ വരിക. സ്തോത്രം. എന്നാൽ യേശു അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും അവൻ നിന്നോട് കരുണ കാണിച്ചതും ഈ ജനത്തിന്റെ നടുവിൽ നീ പ്രസ്താവിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നീ വിടുവിക്കപ്പെട്ടത് ഇവരറിയണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി വരും. ദൈവശക്തി വന്നവന് സുബോധം വന്നു. ദുരാത്മാവ് അവനെ വിട്ടുപോയി. അവനോട് പറഞ്ഞ, കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും അവൻ നിന്നോട് കരുണ കാണിച്ചതും ഇവരുടെ നടുവിൽ പ്രസ്താവിക്കണം. നാം വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വേഗം വരിക. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത് പ്രസംഗിക്കാനുള്ളവ മാത്രമല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനം അത് ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അത് ക്രിസ്തുവിനോട് ചേരുവാനുള്ളത്. ഒരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ദൈവസന്നിധിയിലേക്ക് വന്നു. കാത്തലിക് ചർച്ചിലാണ് ഞാൻ പോയത്. സ്തോത്രം. എന്നെ വളരെ സ്നേഹിക്കുന്ന അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സ്വീകരണവും പരിചരണവും ഒക്കെ നൽകി. എന്നാൽ അവിടെ വെച്ചാണ് സ്നാനമെന്ന സത്യം, ഒരു സ്വർഗീയ ദർശനം എന്റെ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. അന്ന് ദൈവം എന്നോട് ഇടപെട്ട വാക്യമായത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം വേദപുസ്തകത്തിൽ എവിടാണെന്ന് അറിയത്തില്ല. കയ്യിലുണ്ടായിരുന്ന ഒരു കൊന്തയും ഒരു കൊച്ചു പുസ്തകവും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. എന്നാൽ പ്രിയരെ, സ്വർഗം, ബൈബിൾ എന്തെന്നറിയപ്പെടാതെ എനിക്ക് ഈ വചനം ദൈവം വെളിപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞ ഒരു കാര്യം, പരിശുദ്ധ റൂഹ നിന്റെ മുറിയിൽ ഇറങ്ങി വന്നു, നിന്നോട് സംസാരിച്ചു. ഒടുവിൽ ഒരു പുസ്തകം, ബൈബിൾ, ഒരു ചുമന്ന ബൈൻഡിട്ട ബൈബിൾ തന്നിട്ട് പറഞ്ഞു, ഇത് വെച്ചിട്ട് നീ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, ഇതിന്റെ ആഴങ്ങളെയും മർമ്മങ്ങളെയും ഗ്രഹിപ്പാനുള്ള ദൈവകൃപ തരാൻ. പ്രിയരെ, വേദപുസ്തകം തുറന്നു പിടിച്ചിട്ട് മുട്ടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിന്റെ ആഴങ്ങളെയും മർമ്മങ്ങളെയും ഗ്രഹിപ്പാനുള്ള ദൈവകൃപ തരണം. ആ ദൈവകൃപ തന്നപ്പോൾ ഓരോ രാത്രിയിലും പരിശുദ്ധാത്മാവ് എനിക്ക് വചനത്തിന്റെ വെളിപ്പാടുകളെ തന്നു. ഒരധ്യാപകൻ അടുത്ത് വന്നൊരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പാഠം മറിച്ച് നോക്കിയിട്ട് ഓരോ പേജുകളായി മറിച്ചെടുത്ത് അല്ലെങ്കിൽ തലേ രാത്രിയിൽ അധ്യാപകൻ പഠിപ്പിച്ചത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ കണ്ടുപിടിച്ച് വചനത്തിന്റെ സത്യങ്ങളെ പൊരുൾ തിരിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെ വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകിയാൽ ആ വചനം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. ആ വചനം റോമാലേഖനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. അപ്പോസ്തലപ്രവൃത്തി 2:37 നിന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അപ്പോസ്തലപ്രവൃത്തി 22:16 നിന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. കൊലോസ്യർ 3:1 നിന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. ഗലാത്യർ 3:27 നിന്ന് കർത്താവ് എന്നോട് ഇടപെട്ടു. ലൂക്കോസ് 7:30 നിന്ന് യേശു എന്നോട് ഇടപെട്ടു. 1 പത്രോസ് 3:20 നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. സ്തോത്രം. ഒടുവിൽ കർത്താവ് തന്ന കാണിച്ച മാതൃക പ്രകാരം സ്നാനം സ്വീകരിച്ചു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കുക എന്നുള്ളത് ദൈവിക കൽപ്പനയാണ്. നിക്കോദിമോസ്, സ്തോത്രം, രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. സ്തോത്രം. ദൈവം അയച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. പ്രിയരെ, സ്തോത്രം, ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനും വയോധികനുമായ നിക്കോദിമോസ് യേശുവിനോട് ചോദിച്ച ചോദ്യം, ഞാൻ അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും പിറക്കണമോ? അല്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. അടുത്തത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായവും 1-ാം വാക്യം, കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെ കുറിച്ച്. സ്തോത്രം. 1, ഭക്തനായിരുന്നു. 2, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. 3, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. 4, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഞാൻ ഒരു ദിവസം എൻ്റെ മുറിക്കകത്തിരുന്നുകൊണ്ട് ബൈബിൾ തുറന്നു വെച്ച് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ആ മനുഷ്യൻ ഭക്തനാ,
സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, ജനത്തിന് ധർമ്മം കൊടുക്കുന്നവനാ. പക്ഷേ അവന്റെ മുറിക്കകത്ത് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കൊർന്നലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എന്റെ സന്നിധിയിലെത്തി. കഴിച്ച പ്രാർത്ഥനയും അവിടെ എത്തി, കൊടുത്ത ധർമ്മവും എത്തി. പക്ഷെ ഇവനങ്ങെത്തണമെങ്കിൽ കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്. വിളിച്ച് പ്രസംഗം കേൾക്കാൻ മറ്റൊരു പ്രസംഗത്തിന്റെ ആവശ്യം അവിടെയില്ല. എന്നാൽ സ്തോത്രം, ആത്മാവിനാൽ ദർശനത്തിൽ സ്തോത്രം ദൈവിക വെളിപ്പാട് കാണിച്ചു കൊടുത്ത് പത്രോസിനെ ആ ഭവനത്തിലേക്ക് അയച്ചു. ആ 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ പത്രോസ് ആ വീട്ടിൽ വന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗമുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിൽപ്പെട്ടവനാണേലും അവനെ അംഗീകരിച്ച് നീതി പ്രവർത്തിക്കുന്നതിനെ കൈക്കൊള്ളുന്ന ഒരു ദൈവം. വചനം കേട്ട് എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ കുടുംബം ഒന്നടങ്കം സ്നാനം സ്വീകരിക്കാൻ ദൈവമിടയാക്കി. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ കന്ദക്കെ എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡന് വേണ്ടി പീലിപ്പോസ് എന്ന അഭിഷിക്തനെ ദൈവം അയച്ചത്. പ്രിയരെ, വിശ്വസിക്കുന്നവർ സ്നാനം സ്വീകരിക്കണമെന്നുള്ള ദൈവിക കൽപ്പനയെ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച ഞാൻ, വിടുതൽ കിട്ടിയ ഞാൻ, സ്നാനം എന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ പുസ്തകം തുറന്നു പിടിച്ച് ഇങ്ങനെയൊരു തീരുമാനമെടുത്തു. നാഥ, ക്രിസ്തു കാണിച്ചു തന്ന മാതൃക പ്രകാരം യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ യേശു കർത്താവ് സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ജീസസ്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കൽപ്പന പ്രമാണിപ്പാൻ എന്നെ ഇതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ട് ഏൽപ്പിച്ചു കൊടുത്ത് തിരികെ നിവർത്തീകരിക്കുവാൻ മുഴുകൽ സ്നാനം ഞാൻ സ്വീകരിച്ചു. ഞാൻ ഏത് അന്യഭാഷയെ നിന്ദിച്ചോ, ഏത് ഭാഷയെ നിരാകരിച്ചോ, ഏതിനെതിരെ സംസാരിച്ചുവോ, ഞാൻ കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് സ്വർഗത്തിലെ ഭാഷയാ, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവന്റെ നാവിൽ നിന്ന് വരുന്നതാ, ഇത് മാനുഷികമായ ഭാഷയല്ല. അങ്ങനെയെങ്കിൽ കർത്താവേ, ഇതൊരടയാളമായി മാർക്കോസിന്റെ മാളിമുറിയിൽ ദൈവം കൊടുത്തെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, ഇതെന്റെ മേലൊരു അഭിഷേകമായി വെളിപ്പെടണം. പ്രിയരെ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഞാനും കാത്തിരുന്നു. മുട്ടുമടക്കിയ 10-ാം ദിനം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി കാത്തിരുന്ന ഓരോരുത്തരുടെ മേലും വന്നതുപോലെ കാത്തിരുന്ന എന്റെ മേൽ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാൻ എന്റെ മുറിക്കകത്ത് ആത്മാവിൽ ആരാധിക്കുവാനിടയായി തീർന്നു. എല്ലാ കരങ്ങളും അടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞത്, ആ മലയിലുമല്ലോ യെരൂശലേമിലുമല്ലോ പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദേഹം ദേഹി ആത്മാവിനെ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കപ്പെടുമോ? യേശു ക്രിസ്തു സത്യമോ? യേശു പറഞ്ഞത് സത്യമോ? യേശു കാണിച്ചു തന്ന സത്യമോ? ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്ത് പ്രാപിച്ച നിന്നെ ഒതുക്കാൻ ഒരു കാരാഗ്രഹത്തിന് കഴിയത്തില്ല, ഒരു ചങ്ങലയ്ക്ക് കഴിയത്തില്ല, ഒരു ഇരുമ്പ് വാകലിന് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലാണോ? ദൂതൻ നിനക്കായി സിംഹഗുഹയിൽ ഇറങ്ങൂ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കോ, പുതുഭാഷകളിൽ സംസാരിക്കോ, രോഗികളെ കൈവച്ച സൗഖ്യം വരൂ. ഇന്ന് രാത്രി ആത്മാവിന്റെ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ നടകൊള്ളുകയോ?
അർത്ഥനാദിയാലക ശബ്ദനാദകൾ ഗമനഗടകസി അർത്ഥനെ വൈഡ പ്രമനഗടകരകസി റികമനഗടകരക ശബ്ദനാദകൾ ഗമനഗസി. അത് ഓരോ ശരീരത്തിന്മേലും, ഓരോ വ്യക്തികളുടെ മേലും, ഓരോ തലമുറകളുടെ മേലും, ഓരോ കുടുംബങ്ങളുടെ മേലും അത് ദേശത്തിന്മേലും ദൈവ പ്രവൃത്തിയായി തീരട്ടെ. ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. 2024 ജനുവരി മാസം 31-ാം തീയതി ആയുസ്സോട് ആരോഗ്യത്തോട് ഈ ഗ്രൗണ്ടിൽ എന്നെ നിങ്ങളെ ഉടയമൻ എത്തിച്ചെങ്കിൽ കർത്താവേ, ഈ 24-ൽ എനിക്ക് തന്ന ആയുസ്സിൽ എന്റെ യേശുവിന് വേണ്ടി ഓടുവാൻ എന്റെ കാലുകളെ ഒരുക്കണമേ എന്നൊരു നിമിഷം കരമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എന്റെ ശബ്ദം എന്റെ യേശുവിന് വേണ്ടി ഉള്ളതായി മാറട്ടെ. എന്റെ ആരോഗ്യം എന്റെ യേശുവിന് വേണ്ടി ഉള്ളതായി മാറട്ടെ. എന്റെ കാലുകളുടെ ഓട്ടം യേശുവിന് വേണ്ടി ഉള്ളതായി മാറട്ടെ. എന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ എനിക്ക് ജീവൻ തന്ന യേശുവിന് വേണ്ടി ഉള്ളതായി മാറട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഉയർത്തപ്പെട്ട കരങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി, രാജ്യങ്ങളുടെ ശബ്ദമായി, ക്രിസ്തുവിന്റെ ശബ്ദമായി, ദൈവരാജ്യത്തിന് മഹത്വമായി ജനം തീരട്ടെ. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്ന ശബ്ദം, ഞങ്ങൾക്ക് തന്ന ആയുസ്, ഞങ്ങൾക്ക് തന്ന ആരോഗ്യം, ഞങ്ങൾക്ക് തന്ന യൗവനം, ഞങ്ങൾക്ക് തന്ന സകലതും കുടുംബവും അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തിന് കാരണമായി മാറാൻ സഹായിക്കും. പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കും. യേശുവിൻ നാമത്തിൽ.